താനൂരിൽ നിന്ന് അബ്ദുറഹ്മാൻ മത്സരിക്കാനെത്തിയ തിരൂരിന്റെ ഒരു പ്രത്യേകത, തിരൂര് താനൂര് പോലെയല്ല അബ്ദുറഹ്മാൻ. തിരൂരിലെ മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി, അവിടെ എനിക്ക് തോന്നുന്നു വൈസ് ചെയർമാനായി, മുനിസിപ്പൽ വൈസ് ചെയർമാനായി തിരൂരിലെ ഓരോ വീട്ടിനെയും അബ്ദുറഹ്മാൻ അടുത്തറിയാം എന്നുള്ളതാണ്. എതിരാളി നിൽക്കുന്നത് ആരാണ്? കുറുക്കോളി മൊയ്തീനാണ്. മലപ്പുറത്ത് നമ്മൾ ഇതുവരെ കണ്ട അല്ലല്ല, അത് തിരൂര് അബ്ദുറഹ്മാന്റെ മണ്ഡലം അല്ല. അവിടെ താമസിക്കുന്ന പക്ഷേ അബ്ദുറഹ്മാൻ പടി തുടങ്ങിയതും ഏത് മുനിസിപ്പാലിറ്റിയിലൊക്കെ ജയിച്ചതും വന്നതും വൈസ് ചെയർമാൻ ഒക്കെ തിരൂരാണ്. കാരണം അവിടെ അബ്ദുറഹ്മാന്റേതായ ഒരു ടീമുണ്ട്. പാർട്ടിക്ക് നല്ല ടീമുണ്ട്. താനൂരും തിരൂരും തമ്മിൽ അബ്ദുറഹ്മാന്റെ വിജയ സാധ്യതയെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. അല്ല, നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം ലീഡ് നോക്കൂ. 2000 മലപ്പുറം ജില്ലയില് എത്രയുടെ ലീഡാണുള്ളത്? 32,000 വോട്ട്. തദ്ദേശത്തിൽ 7,214 വോട്ടിന്റെ ലീഡേ ഉള്ളൂ. താനൂരിലെ പോരാട്ടം പോലെ അബ്ദുറഹ്മാൻ എന്തായാലും തിരൂരിലെ പോരാട്ടം. അവിടെ വേറെ കാര്യമുണ്ട്. ഞാൻ പറയാം. അവിടെ കമ്പയർ ചെയ്യുന്നത് താനൂരിന്റെ വികസനവും തിരൂരിന്റെ വികസനമാണ്. താനൂരിൽ വലിയ വികസനം നടത്തുന്നുണ്ട്, മന്ത്രി എന്നുള്ള നിലയ്ക്കും അല്ലാതെ വലിയ വികസനം നടത്തുന്നത്. തിരൂരിൽ അത്ര വലിയ വികസനം നടന്നിട്ടില്ല. ഒരു മിനിറ്റ്, അതുകൊണ്ട് പറയട്ടെ. തിരൂരേക്ക് വരുന്ന സമയത്ത് തിരൂരിൽ എന്താന്ന് പറഞ്ഞാൽ തിരൂർ അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്, അദ്ദേഹം പഞ്ചായത്ത് നാടാണ്, അദ്ദേഹം നാടാണ്, ജനിച്ചു വളർന്നതൊക്കെയാണ്. അവിടെ ചെറിയ പ്രായത്തിൽ തുടങ്ങി ഈ പാർട്ടി പ്രവർത്തനത്തിൽ കൂടെ വന്ന് ചെയർമാനായി വൈസ് ചെയർമാനായി വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറുക്കോളി മൊയ്തീൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, നല്ല ശക്തമായ മത്സരം തന്നെ. അല്ല, അവിടെ തിരൂരിൽ ഒരു മത്സരം ഉണ്ടായിരുന്നില്ലല്ലോ. തിരൂരിൽ നമുക്ക് ട്രെൻഡ് നോക്കാം. ആരാണ് അബ്ദുറഹ്മാനാണോ കുറുക്കോളി മൊയ്തീനാണോ? കണ്ടോ, തീരുമാനം പറ്റുന്നില്ല. ഗ്രൗണ്ടിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അനുസരിച്ച് ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. ഒരു ടൈറ്റ് ഫൈറ്റ് വി അബ്ദുറഹ്മാൻ കുറുക്കോളി മൊയ്തീന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രവചനാതീതം. കഴിഞ്ഞ തവണത്തെ വോട്ട് പെർസെന്റേജ് അങ്ങനെയാണ്, 43%, 48% വ്യത്യാസം. അതെ, പക്ഷെ അത് ഈ അബ്ദുറഹ്മാൻ വരുമ്പോൾ ആ ഫാക്ടർ കൂടും. ഡെന്നിസ് ലില്ലി അല്ലല്ലോ.